ഹലോ മൈ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 9th വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വർക്ക് എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണല്ലേ. നമ്മൾ പല പല വർക്കാണ് ചെയ്യുന്നുണ്ടാവുക. ചിലർ എന്ത് ചെയ്യും, ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ടാവും, ചിലർ ഇങ്ങനെ കാര്യമായി ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അതുപോലെ ചിലർ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ഓരോ വീട്ടിലെ പണികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വർക്കാണ് നമ്മൾ ഡേ ടു ഡേ ബേസിൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ശരിക്കും നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന വർക്കും സയൻസിൻ്റെ ടേംസിൽ പറയുന്ന വർക്കും വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദ വേ വി യൂസ് ദ ടേം വർക്ക് ഇൻ ഡേ ടു ഡേ ലൈഫ് ആൻഡ് ദ വേ വി യൂസ് ഇറ്റ് ഇൻ സയൻസ്. സയൻസിൽ നമ്മൾ വർക്ക് എന്ന് പറയുന്ന വർക്ക് നമ്മുടെ നോർമൽ വർക്കല്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ, അതൊന്ന് ക്ലാരിറ്റി വരുത്തണ്ടേ. അതായത് ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഒരു കുട്ടി ഇരുന്നിട്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടിരുന്നിട്ട് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം, അതുപോലെ തന്നെ ട്രോഫി വാങ്ങിക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് കുറേ പഠിക്കുന്നുണ്ട്. കുറേ എക്സാംസ് എഴുതി നോക്കുന്നു, എഴുതുന്നു, അതുപോലെ അങ്ങനെ കുറേ ചെയ്ത് പഠിക്കുകയാണ്. അതേസമയം ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ആ കുട്ടി എന്ത് ചെയ്യുകയാണ് നോക്കൂ, കൂട്ടുകാരുടെ ഒപ്പം പോയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പറയുക ആദ്യം കണ്ട കുട്ടിയാണ് ഹാർഡ് വർക്കിംഗ്, ഈ കുട്ടി ഹാർഡ് വർക്കിംഗ് അല്ല എന്നാണ് പറയുക. പക്ഷെ സയൻസിൻ്റെ ടേംസിൽ ഇങ്ങനെയല്ല കേട്ടോ. അതായത് ആദ്യം കണ്ട കുട്ടി ഉണ്ടല്ലോ, ആ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ലെസ് വർക്കിംഗ് ആണ്. ഓക്കെ, അതേസമയം ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ചിറക്കുന്ന ഈ കുട്ടിയാണ് ഹാർഡ് വർക്കിംഗ് ഇൻ ടേംസ് ഓഫ് സയൻസ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവില്ലേ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടാവും. ഓക്കെ, കളിച്ചിറക്കണമെന്നാണല്ലേ അപ്പോൾ ഹാർഡ് വർക്കിംഗ് എന്ന്. അതെ, സയൻസിൻ്റെ ടേംസിൽ ഇതാണ് എന്ത് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസ് കുറച്ചധികം എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഹോഴ്സ് ഒരു കാർട്ട് എന്ത് ചെയ്യാണ്, പുള്ളി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇതെന്തായാലും ഒബ്വിയസ്ലി വർക്കാണ്. അപ്പോൾ സയൻസിൻ്റെ ടേമിലും ഇതെന്താണ്, ഇത് വർക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് മനുഷ്യന്മാരുടെ കാര്യം, ആനിമൽസിൻ്റെ കാര്യമൊക്കെയാണ് അല്ലേ. ഇനി ഒരു മെഷീൻ അല്ലെങ്കിൽ വേണ്ട ഒരു വെഹിക്കിൾ എടുത്തു. ഈ വെഹിക്കിൾ എന്ത് ചെയ്യാണ്, ഒരു റോഡിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണല്ലേ. അപ്പോൾ എന്താണ്, ഈ ഒരു വെഹിക്കിളും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ട ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ബോൾ ആയിക്കോട്ടെ. ഓക്കെ, ഈ ഒരു ബോൾ താഴത്തേക്ക് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സയൻസിൻ്റെ ടേംസിൽ വർക്ക് തന്നെയാണ് പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തിനാണ് നമ്മൾ വർക്ക് എന്ന് സയൻസിൽ പറയുന്നത്, ഏതിനെയാണ് സയൻസിൽ വർക്ക് എന്ന് പറയാത്തത് എന്നുള്ളൊരു ക്ലാരിറ്റി കുറവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് നമ്മൾ ഈ കണ്ടുവന്ന എക്സാമ്പിൾസിലെല്ലാം രണ്ട് കാര്യങ്ങൾ കോമൺ ആണ്. ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പറയുക ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി വർക്ക് ചെയ്തു എന്ന്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇതിൽ ഈ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആൾ എന്ത് ചെയ്യാണ്, ഒരു വോളിൽ കാര്യമായി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലേ. ആൾ കാര്യമായി നല്ല ഫോഴ്സിൽ ഇങ്ങനെ പുള്ള് ചെയ്യുന്നുണ്ട് ആ വോളിൽ. പക്ഷേ സയൻസിൻ്റെ ടേംസിൽ നോക്കുമ്പോൾ ഈ ഫോഴ്സ് മാത്രം പോരാ അല്ലേ. അതുപോലെ ഈ ബുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റി. പക്ഷേ നമ്മൾ പറയാണ് ഇവർ രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് മാത്രം പോരാ. വർക്ക് എന്ന് പറയണമെങ്കിൽ വേറൊരാളും കൂടി വേണം. ഏതാണ് എന്ന് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ എക്സാമ്പിൾസിൽ നിന്ന് നോക്കൂ, ഈ എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിക്കോളൂ. അതായത് ഫോർ വർക്ക് ടു ബി ഡൺ ബോത്ത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ എ ബോഡി. അതായത് ഒരു ബോഡി വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സും അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാകണം. ഈ രണ്ട് കേസസിലും എന്ത് ചെയ്യുന്നില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ഈ വോള് അതേപോലെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. ഈ ബുക്കാണെങ്കിലും ആളുടെ കയ്യിൽ സെക്യൂർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇഫ് എ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ബോഡി സയൻറ്റിഫിക്കലി വർക്ക് ഈസ് നോട്ട് ഡൺ. ഓക്കെ, അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് പറയാം സയന്റിഫിക്കലി അവിടെ വർക്ക് നടക്കുന്നില്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഒരു മാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ബുക്ക് ഹോൾഡ് ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെ ഒരു വാളിൽ ഇങ്ങനെ പുള്ള് ചെയ്യുന്നതും അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോമൺ എക്സാമ്പിൾസ് അല്ലേ. അപ്പോൾ വർക്കിനെ കുറിച്ചിട്ട് മനസ്സിലായി അല്ലേ. വർക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, രണ്ട് കാര്യങ്ങൾ വേണം, രണ്ട് കണ്ടീഷൻസ് വേണം. എന്തൊക്കെയാണ്? എ ഫോഴ്സ് ഷുഡ് ആക്ട് ഓൺ
ഓൺ ആൻ ഒബ്ജക്ട് ആൻഡ് ദ ഒബ്ജക്ട് മസ്റ്റ് ബി ഡിസ്പ്ലേസ്ഡ്. ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ സയൻറ്റിഫിക്കലി എന്ത് പറയുക, വർക്ക് നടന്നു എന്ന് പറയാം. സോ ദിസ് ഈസ് ദി സയൻറ്റിഫിക് കോൺസെപ്ഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഇനി വർക്ക് എന്താണ് ചോദിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വർക്കിൻ്റെ ഒരു സയൻറ്റിഫിക് ഫോർമുല അല്ലെങ്കിൽ നമ്മളൊരു ഫോർമുല എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കിനെ ഡെഫിനീഷനായിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ സയൻറ്റിഫിക്കലി വെൻ എ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ബോഡി പ്രൊഡ്യൂസസ് എ മോഷൻ ഇൻ ഇറ്റ്. ഒരു ഫോഴ്സ് കാരണം ഒരു ബോഡിയിൽ മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് വർക്ക് എന്ന് പറയാം. അപ്പോൾ സപ്പോസ് ഇതാണ് ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ആൻഡ് ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ദ മോഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വർക്കിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ബോഡി ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് exerted on the body and the distance moved by the body in the direction of the force. Okay, that is work done is equal to force into displacement, that is W is equal to F into S. ഓക്കെ, അതായത് നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, W is equal to F into S ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വർക്കിനെ ഡിഫൈൻ ചെയ്തു, വർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 3 കണ്ടീഷൻസും കൂടി ഉണ്ട്. അതായത് കണ്ടോ, ഇവിടെ ചെയ്യുന്നത് എല്ലാം എന്താണ്, വർക്കാണ് അല്ലേ. ഇത് വർക്കാണ്, ഇത് വർക്കാണ്, ഇത് വർക്കാണ്. ഇത് വർക്കാണോ? ഒന്നും കൂടി ചോദിക്കട്ടെ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു കാര്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു ബിഗ് സ്റ്റോണിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, 0 ആണ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു F ഇൻറ്റു എസ് ആണ്. സോ എസ് 0 ആയ കാരണം F ഇൻറ്റു 0 വർക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 0 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ വർക്ക് ഉണ്ട് അല്ലേ. അതായത് ഇയാൾ ഈ ഒരു കാർട്ടിനെ ഇങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു വർക്ക് ഉണ്ട്. ആ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇവിടെ വർക്ക് 0 ആണ്, ഇവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇനി ഈ ഒരു കേസ് നോക്കിയേ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ പുഷ് ചെയ്യുന്നു, അപ്പോൾ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ടേംസിൽ നോക്കുമ്പോൾ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മോഷൻ ഈ ഡയറക്ഷനിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ രണ്ടും എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്. ഫോഴ്സും അതുപോലെ മോഷനും ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഈ ഫോഴ്സിനെ ബോദർ ചെയ്യുന്നില്ല, ഈ രണ്ടെണ്ണത്തിനെ മാത്രമേ ബോദർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട്, അതായത് ഫോഴ്സ് ആൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്, ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും, അവിടെ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എന്ന് പറയും. ഓക്കെ, നെഗറ്റീവ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി, വർക്ക് ക്യാൻ ബി 0, അതുപോലെ പോസിറ്റീവ് ആൻഡ് വർക്ക് ക്യാൻ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിനെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണോ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണോ പറയാൻ പറ്റുക. ഓക്കെ, അതായത് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതായത് വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ അതിന് എന്താക്കാൻ പറ്റും, പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, 0 വാല്യൂ ഉണ്ടാവും, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. കാരണം നമ്മൾ വർക്കിൻ്റെ ഡെഫിനേഷനിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം W ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. പക്ഷേ വർക്കിനെ പോസിറ്റീവ്, 0, നെഗറ്റീവ് എന്ന് പറയാനായിട്ട് പറ്റും. നെഗറ്റീവ് വർക്കിൻ്റെ മീനിങ് എന്താണ്, നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്റ്റർ ആണ് എന്നല്ല, വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രിക്ഷൻ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഫ്രിക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വർക്ക് ഡണ്ണ് നെഗറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വർക്കിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് വർക്കിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. സോ വർക്കിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റീസും നമ്മൾ നോക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ വർക്ക് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, വർക്കിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദാറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് 7 Newton ആക്ട് ഓൺ ആൻ ഒബ്ജക്റ്റ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് say 8 meter in the direction of the force. Let us take it that the force act on the object through the displacement. What is the work done in this case? ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ആ ഒബ്ജക്റ്റിലേക്ക് ഒരു 7 Newton ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്തു, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി 8 മീറ്ററിൻ്റെ.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോഴ്സ് ആക്ട് ഓൺ ദി ഒബ്ജക്ട് ത്രൂ ദി ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരു ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് എന്താണ്, പോസിറ്റീവ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വർക്കിന്റെ ഇക്വേഷൻ ഈസി ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് F×D. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഫോഴ്സ് ഇവിടെ എത്രയാണ്, 7 ന്യൂട്ടൺ ആണ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 8 മീറ്റർ ആണ്. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 56 എന്ന് കിട്ടും അല്ലേ. 56 ജൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് പറയുക, വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ മിസ് ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആൻസർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മിസ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. എ പെയർ ഓഫ് ബുള്ളോക്സ് എക്സേർട്ട് എ ഫോഴ്സ് ഓഫ് 140 ന്യൂട്ടൺ ഓൺ ദി പ്ലോ. ദ ഫീൽഡ് ബീയിങ് പ്ലോഡ് ഈസ് 15 മീറ്റർ ലോങ്. ഓക്കെ, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ ദി പ്ലോയിങ്, ദ ലെങ്ത് ഓഫ് ദി ഫീൽഡ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ മിസ് അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും എല്ലാവരും അത്. അപ്പോൾ വർക്കിൻ്റെ കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് പഠിച്ച സ്ഥിതിക്ക് ഒരു അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.